ആനന്ദമേ ക്രിസ്ത്യ ജീവിതമാനന്ദമേ ആനന്ദമാനന്ദമേ ഇതു സൗഭാഗ്യ ജീവിതമേ ഇതു സൗഭാഗ്യ ജീവിതമേ അവനെ അമിതം സ്നേഹിപ്പാൻ അധികം തരും ശോധനയിൽ അവനെ അമിതം സ്നേഹിപ്പാൻ അധികം തരും ശോധനയിൽ അനുഗ്രഹം ലഭിക്കും ആകുലമകറ്റും അവൻ സന്നിധി മതിയെനിക്ക് അനുഗ്രഹം ലഭിക്കും ആകുലമകറ്റും അവൻ സന്നിധി മതിയെനിക്ക് ആനന്ദമാനന്ദമേ ക്രിസ്ത്യ ജീവിതമാനന്ദമേ ആനന്ദമാനന്ദമേ ഇതു സൗഭാഗ്യ ജീവിതമേ ഇതു സൗഭാഗ്യ ജീവിതമേ ബലഹീനതയിൽ കൃപ നൽകി പുലർത്തും എന്നെ വഴി നടത്തും ബലഹീനതയിൽ കൃപ നൽകി പുലർത്തും എന്നെ വഴി നടത്തും പലതിനെ നിനച്ചു വിലപിച്ചു ഹൃദയം കലങ്ങിടുകയില്ലിനി ഞാൻ പലതിനെ നിനച്ചു വിലപിച്ചു ഹൃദയം കലങ്ങിടുകയില്ലിനി ഞാൻ ആനന്ദമാനന്ദമേ ക്രിസ്ത്യ ജീവിതമാനന്ദമേ ആനന്ദമാനന്ദമേ ഇതു സൗഭാഗ്യ ജീവിതമേ ഇതു സൗഭാഗ്യ ജീവിതമേ മരുവിൻ വെയിലിൽ തളരാതെ മറയ്ക്കും തൻ്റെ ചിറകടിയിൽ മരുവിൻ വെയിലിൽ തളരാതെ മറയ്ക്കും തൻ്റെ ചിറകടിയിൽ തേരുമാർവിലെന്നെ അണച്ചിടും സ്നേഹ കൊടിയന്മീതെ വിരിച്ചിടുന്നു തേരുമാർവിലെന്നെ അണച്ചിടും സ്നേഹ കൊടിയന്മീതെ വിരിച്ചിടുന്നു ആനന്ദമാനന്ദമേ ക്രിസ്ത്യ ജീവിതമാനന്ദമേ ആനന്ദമാനന്ദമേ ഇതു സൗഭാഗ്യ ജീവിതമേ ഇതു സൗഭാഗ്യ ജീവിതമേ ജഡിക സുഖങ്ങൾ വിട്ടോടെ ജയിക്കും ശത്രുസേനകളെ ജഡിക സുഖങ്ങൾ വിട്ടോടെ ജയിക്കും ശത്രുസേനകളെ ജയവീരനെ ചുവന്നധിപതിയല്ലോ ഭയമെന്നിയെ വസിച്ചിടും ഞാൻ ജയവീരനെ ചുവന്നധിപതിയല്ലോ ഭയമെന്നിയെ വസിച്ചിടും ഞാൻ ആനന്ദമാനന്ദമേ
ക്രിസ്ത്യ ജീവിതമാനന്ദമേ, ആനന്ദമാനന്ദമേ. ഇതു സൗഭാഗ്യ ജീവിതമേ, ഇതു സൗഭാഗ്യ ജീവിതമേ. കെ മാത്യു ഒന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിങ്കൽ വിവിധ ഭവനങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ തിരുസന്നിധിയിൽ കൂടി വരുവാനും അങ്ങേ പാടി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ലഭിച്ച ഈ അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതമാണ് ഞങ്ങൾക്ക് അവിടുന്ന് ദാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് പൽക്കാലം ഞങ്ങൾ ഈ ഹാളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അവിടുത്തെ വചനത്തിൽ നിന്ന് പഠിപ്പാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി പ്രിയ സഹോദരൻ അജോയ് ടി മാത്യുവിനെ ഞങ്ങളുടെ മധ്യയെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിയ സഹോദരനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇന്ന് കർത്താവെ ഇവിടെ കടന്നു വന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട തിരുവചനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ വിഭാഗിച്ച് തരുവാൻ പ്രിയ സഹോദരനെ അവിടുന്ന് ഉപയോഗിക്കണമേ. പരിശുദ്ധാത്മ നിറവിൽ വചനം വിഭാഗിച്ച് നൽകി അത് ഞങ്ങൾക്ക് ശ്രവിച്ച് ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിനും അനുഗ്രഹകരമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം പഠിക്കുക, അവിടുത്തെ വചനമാണ് ഞങ്ങളെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്, ഞങ്ങളെ നടത്തുന്നത്. എല്ലാം അവിടുത്തെ വചനമാണ്. അവിടുത്തെ വചനം തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയതാണ്. വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടുത്തെ തിരുവചനമാണ്. ആ നിലയിൽ ഇന്നും ഞങ്ങൾക്ക് തിരുവചനം ശ്രവിപ്പാൻ ലഭിച്ച അവസരത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് കൂട്ടിക്കൊണ്ടുവന്ന ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സഹോദരീ സഹോദരന്മാർക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കർത്താവെ, കടന്നു വരുവാൻ കഴിയാതെ ആരെങ്കിലും ഭവനത്തിലായിരിക്കുന്നെങ്കിൽ അവരെ ഞങ്ങൾ ഓർക്കുകയാണ്. ആരെങ്കിലും വഴിമധ്യം ഉണ്ടെങ്കിൽ അവരും തക്ക സമയത്ത് തന്നെ വന്നു ചേരുവാനും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പാർക്കുന്ന ലോകം വളരെ പ്രതികൂലം നിറഞ്ഞതാണ്. വചനം കേൾക്കുവാൻ ഉള്ള സാവകാശം ഇന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും ഇല്ലാതിരിക്കെ ഞങ്ങൾക്കിങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് തിരുവചനം ശ്രവിപ്പാൻ ലഭിക്കുന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുകയാണ്. ആ നിലയിൽ വിശ്വാസികളെല്ലാം കടന്നു വന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങൾ വചനങ്ങൾ കേൾക്കുകയും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ നിലയിൽ കഴിഞ്ഞ നാളുകളിലും ചെമ്മന്തൂർ സഭ ഓരോ ആഴ്ചയിലും തിരുവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് അവധിയോടുള്ള ബന്ധത്തിൽ ലോകക്കാരൊക്കെ ഒരു രാജാവിനെക്കുറിച്ച് ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജാവിനെക്കുറിച്ച്, അവൻ്റെ കൽപ്പനകളെക്കുറിച്ച്, അവൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ശ്രവിപ്പാനും ഒക്കെ ലഭിച്ച ഈ സന്ദർഭത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ കർത്താവ് സഹായിക്കണമേ. വചനം ശുശ്രൂഷിക്കുന്ന പ്രിയദാസനെ ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പൂർണ്ണമായി പരിശുദ്ധാത്മ നിറവിൽ കർത്താവെ വചനം വിഭാഗിച്ച് തരുവാൻ പ്രിയദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കേൾവിക്കാരായ ഞങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യബോധത്തിൽ ഇരിപ്പാനും ശ്രദ്ധയോടെ വചനം ശ്രവിപ്പാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. മാനവ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. എല്ലാം ഞങ്ങൾക്കായി ജീവനെ തന്ന ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ ഏറ്റവും വിനയമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഇന്ന് നമുക്ക് സഭയായി ഇങ്ങനെ ബൈബിൾ ക്ലാസ്സിനുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞായറാഴ്ച ഞാൻ പ്രസ്താവിച്ചതുപോലെ ഇന്ന് യോഗത്തിന് കടന്നു വരുന്ന എല്ലാവരും ഇല്ലെങ്കിലും മിക്കവാർക്കും പേർക്ക് ഇന്ന് കടന്നു വരുവാൻ ഇടയായി. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവ് ദൈവം നമുക്ക് നൽകി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
നമ്മുടെ ഈ സഭയുടെ ചുമതലയിൽ നടത്തപ്പെടുന്ന 2 ദിവസത്തെ ബൈബിൾ ക്ലാസ്സാണ് നാം ക്രമീകരിച്ചിരിക്കുന്നത് ഓണ അവധിയോടുള്ള ബന്ധത്തിൽ. അങ്ങനെ ഇന്ന് അതിനായിട്ട് കടന്നു വന്നിരിക്കുന്നത് പ്രിയ ബോംബെയിൽ നിന്ന് പ്രിയ അജോയ് ടി മാത്യു സഹോദരനാണ്. പ്രിയ കർത്തദാസനിൽ കൂടി നമുക്ക് ഇന്നും നാളെയുമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ആലോചനകൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. കടന്നു വന്ന പ്രിയ കർത്തദാസനെ ചെമ്മന്തൂർ സഭയുടെ എല്ലാ സ്വാഗതവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാനുള്ളത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തികളൊക്കെ നാം ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞ് അവനെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും ഇടയാകും. എല്ലാറ്റിലും ഉപരിയായി ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം ഈ ലോകത്തിൻ്റെ അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളുമൊക്കെ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നമ്മെ വളരെ നല്ലതുപോലെ നല്ല ശ്രേഷ്ഠമായ നിലയിൽ നടത്തുന്നു. അതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഇന്നും നാളെയും നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ദൈവവചനത്തിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ കേൾക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി തീർക്കുവാനും ദൈവം ഇടയാക്കട്ടെ. നമുക്കെല്ലാവരും ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ വിധത്തിൽ ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രിയ കർത്തദാസനെ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി ക്ഷണിച്ചു കൊള്ളുന്നു. നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ചില വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യം കൂടെ ചെമ്മന്തൂരുള്ള ദൈവസഭയിൽ കടന്നു വരുവാൻ സാവകാശം ലഭിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കി തന്ന സഭയുടെ ആത്മിക നേതൃത്വത്തോടുള്ള നന്ദിയും ഈ സമയത്ത് പ്രത്യേകാൽ അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ ഉള്ള മീറ്റിങ്ങിനെ കുറിച്ച് അറിയിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് നൽകിയ പ്രകാശനം ഇയ്യോബിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവെക്കണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അംഗീകാരം ലഭിച്ച മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ അംഗീകാരത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന വിശ്വാസ ഗോളത്തിൽ ഇയ്യോബിൻ്റെ ജീവിതം നമുക്കൊരു വെല്ലുവിളിയാണ്. ആത്യന്തികമായിട്ട് നമുക്ക് നിൽക്കേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. കർത്താവ് എന്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്ന മനുഷ്യൻ മാറ്റപ്പെടും, താൽക്കാലികമാണ് മനുഷ്യൻ. എന്നാൽ ദൈവം എന്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ അംഗീകാരം. ഈ പുസ്തകത്തിൻ്റെ 1, 2, 42 അധ്യായങ്ങൾ പ്രധാനമായിട്ടും ഈ വ്യക്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നതാണ്. എൻ്റെ മനസ്സിൽ വന്ന പ്രകാശനമനുസരിച്ച് 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് തിരിയാം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവൻ 7000 ആടും 3000 ഒട്ടകവും 500 ഏർ കഴുതയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. അവൻ്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താൻ്റെ ദിവസത്തിൽ താന്താൻ്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്
പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്ന രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. ഇയ്യോബ് എന്ന വ്യക്തി വിചിത്രമായിട്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ലേഖകൻ ആരാണെന്ന് വ്യക്തതയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പുസ്തകത്തിൻ്റെ യഥാർത്ഥ ലേഖകൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. തിരുവെഴുത്ത് എന്ന് നാം തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്ന ആ വാക്ക് സ്ക്രിപ്ചർ, റൈറ്റിങ്സ്, പ്രധാനമായിട്ടും പഴയ നിയമ പുസ്തകങ്ങളെ ഉദ്ദേശിച്ചാണ്. തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, നീ തിരുവെഴുത്തുകളെ അറിഞ്ഞും പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നു. അപ്പം തിമോത്തിയോസ് അറിഞ്ഞ തിരുവെഴുത്ത് എന്ന് പറയുന്നത് പഴയ നിയമ തിരുവെഴുത്തുകളാണ്. ഇനി ആ പഴയ നിയമ തിരുവെഴുത്തുകളെ കുറിച്ച് പൗലോസ് പറയുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന് മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവരാകേണ്ടതിന് 4 കാര്യങ്ങളാണ്. ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും. ഇയ്യോബിൻ്റെ പുസ്തകം ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും. അത് പഴയ നിയമത്തിൽ ഏത് പുസ്തകം വായിച്ചാലും ഈ 4 കാര്യങ്ങൾ സാധിക്കണം. പഴയ നിയമ പുസ്തകങ്ങൾ മാത്രമല്ല, പുതിയ നിയമ പുസ്തകങ്ങളും. അപ്പോൾ ഈ പുസ്തകത്തിന് നമുക്ക് തരുവാനായിട്ട് ധാരാളം സത്യങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്, ശാസനകളുണ്ട് ഈ പുസ്തകത്തിൽ, ഗുണീകരണങ്ങളുണ്ട് ഈ പുസ്തകത്തിൽ, നീതിയോടെ ജീവിക്കുവാനായിട്ട് പ്രയോജനം നൽകുന്ന സത്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിൻ്റെ യഥാർത്ഥ എഴുത്തുകാരൻ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഇനി ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സത്യം, ഇതൊരു കഥയല്ല, അല്ലേ, ഇതൊരു ഉപമയല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ബൈബിൾ കഥകൾ എന്ന് പറയും. കഥകൾ എന്നുള്ള വാക്ക് നാം ഉപയോഗിക്കാൻ പാടില്ല. ബൈബിളിൽ കഥകളില്ല. ബൈബിൾ കഥാപുസ്തകമല്ല. ബൈബിൾ സ്റ്റോറീസ് എന്നൊക്കെ നാം കുട്ടികളെ ചിലപ്പോൾ പഠിപ്പിക്കും. അത് തെറ്റാണ്, അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല. ബൈബിൾ കഥകളുള്ള പുസ്തകമല്ല, ബൈബിൾ സ്റ്റോറീസ് അല്ല, ബിബ്ലിക്കൽ ഫാക്ട്സാണ്. ബൈബിളിലെ യാഥാർത്ഥ്യങ്ങൾ എന്ന് വേണം പറയാൻ. ബൈബിളിലെ യാഥാർത്ഥ്യങ്ങൾ, ബൈബിളിൽ യാഥാർത്ഥ്യങ്ങളെ ഉള്ളൂ. ഇതൊരു കഥയല്ല, ഇതൊരു ഉപമയല്ല, ഇത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം നടന്ന കാര്യങ്ങളാണ്. ഇയ്യോബ് ഒരു ചരിത്ര പുരുഷനാണ്. എങ്ങനെ അറിയാം? നാം എസെക്കിയേലിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ 14-ാം അധ്യായത്തിൽ ദാനിയേലിൻ്റെയും നോഹയുടെയും കൂടെ ഇയ്യോബിൻ്റെ പേര് വരുന്നുണ്ട്. അവർ രണ്ടുപേരും ചരിത്ര പുരുഷന്മാരായിരുന്നു. ഇയ്യോബ് ചരിത്ര പുരുഷനാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് ഇയ്യോബിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇയ്യോബ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു, അതൊരു യാഥാർത്ഥ്യമാണ്. ഇയ്യോബ് ഒരു ചരിത്ര പുരുഷനാണ്. ഈ പുസ്തകത്തിൻ്റെ നാം വായിച്ച വാക്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു മുഖവുര എന്ന നിലയിൽ ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പല കാര്യങ്ങൾ കൊണ്ടും വ്യത്യസ്തമാണ് ഈ പുസ്തകം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ പുസ്തകം സംഭാഷണങ്ങൾ കൊണ്ട് നിറഞ്ഞ പുസ്തകമാണ്. സംഭാഷണങ്ങൾ മുഴുവൻ, ഈ പുസ്തകം മുഴുവൻ സംഭാഷണങ്ങളാണ്, കോൺവെർസേഷൻസ്. ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും 8 വ്യക്തികളെയാണ് കാണാൻ സാധിക്കുന്നത്. 8 വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം. ആദ്യമായിട്ട് ദൈവത്തെ കാണുന്നു, പിന്നെ സാത്താനെ കാണുന്നു. ദൈവവും സാത്താനും തമ്മിലുള്ള സംഭാഷണം. പിന്നെ ഇയ്യോബിനെ കാണുന്നു, ഇയ്യോബിൻ്റെ ഭാര്യയെയും കാണുന്നു. അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ നാം കാണുന്നു. പിന്നീട് 3-ാം അധ്യായം മുതൽ
ഇയ്യോബിൻ്റെ 3 സ്നേഹിതന്മാരെ കാണുന്നു. എലീഫസ്, ബിൽദാദ്, സോഫർ. പിന്നീട് ഒടുവിലേക്ക് വരുമ്പോൾ എലീഹു എന്ന മറ്റൊരു സ്നേഹിതനെയും നാം കാണുന്നു. 8 വ്യക്തിത്വങ്ങളാണ് ഉള്ളത്. ഈ പുസ്തകമെന്ന് പറയുന്നത് തന്നെ ഈ 8 പേർ തമ്മിലുള്ള സംഭാഷണങ്ങളാ, സംസാരങ്ങളാ. അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഈ 66 പുസ്തകങ്ങളിൽ വേറെയില്ല. ആ നിലയിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇയ്യോബ് എന്ന വ്യക്തിയിൽ, ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ഇയ്യോബ് എന്ന വ്യക്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെല്ലുകയാണ്. ഒരു ഭക്തനായ, വിശ്വസ്തനായ ഒരു ഭർത്താവിൻ്റെ സ്വഭാവം, ഭക്തനായ ഒരു പിതാവിൻ്റെ സ്വഭാവം, ഭക്തനായ ഒരു കർഷകൻ്റെ സ്വഭാവം, ഭക്തനായ ഒരു യജമാനൻ്റെ സ്വഭാവം, ഭക്തനായ ഒരു ന്യായാധിപൻ്റെ സ്വഭാവം, ഭക്തനായ ഒരു ദൈവദാസൻ്റെ സ്വഭാവം. ഇതെല്ലാം ഈ പുസ്തകത്തിലുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ വാക്കുകളെല്ലാം ഈ പുസ്തകത്തിലുള്ളതാണ്. ഇയ്യോബ് ആരായിരുന്നു? ഇയ്യോബ് ഒരു ഭർത്താവായിരുന്നു, ഇയ്യോബ് ഒരു പിതാവായിരുന്നു, ഇയ്യോബ് ഒരു യജമാനനായിരുന്നു. അനേക ദാസന്മാരും ദാസിമാരുമുള്ള ഒരു യജമാനൻ. ഇയ്യോബ് ഒരു കൃഷിക്കാരനായിരുന്നു. അദ്ദേഹത്തിന് കൃഷിയുണ്ടായിരുന്നു, അദ്ദേഹത്തിന് മൃഗസമ്പത്തുണ്ടായിരുന്നു. ഇയ്യോബ് ഒരു ബിസിനസ്സുകാരനായിരുന്നു. 3000 ഒട്ടകങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തി. ദീർഘദൂര യാത്ര ചെയ്ത് വ്യാപാരം നടത്തുവാൻ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ദീർഘദൂര സഞ്ചാര മാധ്യമമായിരുന്നു ഒട്ടകങ്ങൾ. ഇയ്യോബ് ഒരു ന്യായാധിപനായിരുന്നു. 29-ാം അധ്യായം നാം വായിച്ചാൽ ഇയ്യോബ് തന്നെത്താൻ അവിടെ പരിചയപ്പെടുത്തുക. ഇയ്യോബ് പറയുക, എൻ്റെ മുമ്പിലത്തെ മാസങ്ങൾ ഞാൻ ഓർക്കുന്നു. മുമ്പിലത്തെ മാസങ്ങൾ. അന്ന് 29-ാം അധ്യായം ഒരുപക്ഷെ നാം പിന്നീടത് വായിക്കും. അവിടെ നാം വായിക്കുമ്പോൾ പട്ടണത്തിൻ്റെ വാതിൽക്കൽ ചെന്നിരുന്നിട്ട് വ്യവഹാരം നടത്തുന്ന ഇയ്യോബ് ഒരു ന്യായാധിപൻ. എന്നാൽ അതിലെല്ലാം ഉപരിയായിട്ട് ദൈവം ഇയ്യോബിനെ കുറിച്ച് കുറഞ്ഞ പക്ഷം 6 പ്രാവശ്യം പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ ദാസനായ ഇയ്യോബ്. 1-ാം അധ്യായത്തിൽ 1 പ്രാവശ്യം, 2-ാം അധ്യായത്തിൽ 1 പ്രാവശ്യം, 4-ാം അധ്യായത്തിൽ 4 പ്രാവശ്യം ദൈവം പറയുക ഇയ്യോബ് എൻ്റെ ദാസനാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മൾ ദൈവദാസൻ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ദൈവദാസന്മാർ, സുവിശേഷകന്മാരെ കുറിച്ച് ദൈവദാസന്മാർ എന്ന് പറയാറുണ്ട്. വചനം പഠിപ്പിക്കുന്നവരെ കുറിച്ച് ദൈവദാസന്മാരെന്ന് പറയാറുണ്ട്. സഭയിലെ മൂപ്പന്മാർ, ശുശ്രൂഷകന്മാർ ദൈവദാസന്മാരെന്ന് പറയാറുണ്ട്. ഇയ്യോബ് ഈ ഗണത്തിൽ ഒന്നും പെട്ട ആളല്ല. ഇയ്യോബ് ഈ ഗണത്തിൽ ഒന്നും പെട്ട ആളല്ല. അദ്ദേഹം ഒരു സുവിശേഷകനോ സഭാമൂപ്പനോ വേദാധ്യാപകനോ ആയിരുന്നില്ല. എന്നാൽ ദൈവം പറയുക, എൻ്റെ ദാസനാ ഇയ്യോബ്, എൻ്റെ ദാസനാ. ആരാ ദൈവത്തിൻ്റെ ദാസൻ? എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനമൊക്കെ നാം വായിക്കുമ്പോൾ പൗലോസ് പറയുന്നത് ദാസന്മാരോട് പറയും. ദാസന്മാരെ എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാരെ കുറിച്ചല്ല അവിടെ പറയുന്നത്. ദാസന്മാരെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ യജമാനൻ്റെ കീഴിൽ അടിമപ്പണി ചെയ്യുന്ന ദാസന്മാരോട് പറയുക, ദാസന്മാരെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്നവണ്ണം ചെയ്യുവിൻ, അപ്പോൾ കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. ഞാൻ ഈ ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം നാം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, ഇയ്യോബ് എന്തെല്ലാം ചെയ്തോ അതെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള അതേ അർത്ഥത്തിൽ ഇയ്യോബ് ചെയ്തു. മറ്റൊരു കാര്യം ഇയ്യോബിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ദൈവത്തിൻ്റെ യഥാർത്ഥ ദാസനായ യേശുക്രിസ്തുവിൻ്റെ ചില റിഫ്ലക്ഷൻസ്, യേശുക്രിസ്തുവിൻ്റെ ചില നിഴലുകൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം പറയുകയാണ്, എൻ്റെ ദാസന ഇവൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, എൻ്റെ യഥാർത്ഥ ദാസനെ പോലുള്ള ഒരുത്തനാണ് ഇവൻ. എൻ്റെ ദാസൻ കൃതാർത്ഥനാകും. ഇതാ ഞാൻ പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ എന്ന് ആരെക്കുറിച്ച് ദൈവം പിതാവ് പറഞ്ഞോ, ആ ദാസനിലുള്ള ചില പ്രത്യേകതകൾ ഈ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നു, ഇയ്യോബിൽ. അതുകൊണ്ട് ദൈവം ധൈര്യത്തോടു കൂടി പറയുക, ഇവൻ എൻ്റെ ദാസനാ. നാം ഈ പുസ്തകത്തിലേക്ക് നാം വായിച്ച വാക്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പുസ്തകത്തിൽ നിന്നും ആകമാനം നമുക്ക് ലഭിക്കുന്ന ചില സത്യങ്ങളുണ്ട്. ഈ പുസ്തകത്തിൽ നിന്നും മൊത്തത്തിൽ നാം എല്ലാ അധ്യായങ്ങളോ വാക്യങ്ങളോ ഒന്നും വായിക്കാൻ പോവുകയല്ല. എന്നാൽ
നമുക്ക് ഈ പുസ്തകം തരുന്ന ചില സത്യങ്ങൾ, അതിനുശേഷം നാം വായിച്ച വാക്യങ്ങളിലേക്ക് മടങ്ങി വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം, കഷ്ടതയെ എങ്ങനെ നേരിടണം. ഹൗ ടു ഫേസ് സഫറിങ്സ്. കഷ്ടതയെ എങ്ങനെ നേരിടണം. യോബിൻ്റെ പുസ്തകം വായിച്ചാൽ മതി. കഷ്ടതയിൽ നാം എങ്ങനെ ബിഹേവ് ചെയ്യണം. യോബിൻ്റെ പുസ്തകം വായിച്ചാൽ മതി. യോബിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു സത്യം, ദൈവമക്കൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമുക്ക് ഒരു എതിരാളിയുണ്ട്. വി ഹാവ് ആൻ അഡ്വേഴ്സറി. ഓർത്തോണം, നമുക്കൊരു ശത്രു ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. എത്ര സുഖമായിട്ട് ജീവിച്ചാലും ഒരു കാര്യം ഓർത്തോണം, നമുക്കൊരു ശത്രുവുണ്ട്. യോബിൻ്റെ പുസ്തകം അതാ നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസിക്ക് ഒരു ശത്രുവുണ്ട്. നമ്മുടെ പ്രതിയോഗി, നമ്മുടെ എതിരാളി, അലറുന്ന സിംഹം പോലെയുള്ള ഒരു പ്രതിയോഗി എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. ആ സത്യം മറക്കരുത്. യോബിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ആത്മീയ പോരാട്ടത്തിൽ, യുദ്ധക്കളത്തിൽ എങ്ങനെ ജയിക്കാനായിട്ട് സാധിക്കും. ശത്രു ഉണ്ടെങ്കിൽ ഒരു പോരാട്ടമുണ്ട്, ശത്രു ഉണ്ടെങ്കിൽ ഒരു യുദ്ധമുണ്ട്. എന്നാൽ ആ യുദ്ധത്തിൽ എങ്ങനെ ജയിക്കാൻ സാധിക്കുമെന്ന് യോബ് നമ്മെ പഠിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ നാം പിന്നീട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. യോബിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ച് പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിരിക്കുക. പെർസിവറൻസ്, പേഷ്യൻസ്. യോബിൻ്റെ സഹിഷ്ണുത, സഹനശക്തി, അത് ഭയങ്കരമാണ്. യോബിൻ്റെ സഹിഷ്ണുത. നമ്മളൊക്കെ തോറ്റുപോകുന്ന ഒരു മേഖലയാണ് സഹിഷ്ണുത. യോബിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു സത്യം, പാപം എന്നുള്ള കാരണത്താൽ അല്ലാതെയും വിശ്വാസികളുടെ ജീവിതത്തിൽ കഷ്ടത വരാം. പാപം എന്നുള്ള കാരണത്താൽ അല്ലാതെയും വിശ്വാസികളുടെ ജീവിതത്തിൽ കഷ്ടത വരാം. അതിന് ഉത്തമ ഉദാഹരണമാണ് യോബ്. കഷ്ടത വന്നത് പാപം കൊണ്ടായിരുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാപങ്ങൾ കൊണ്ട് കഷ്ടങ്ങൾ വരും. പക്ഷെ യോബിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അവിടെ നമ്മെ തിരുത്തേണ്ട ഒരു കാര്യം, ആരെങ്കിലും കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഉടനെ കയറി ന്യായം വിധിക്കരുത്. അല്ലേ? ആരെങ്കിലും കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ചാടിക്കയറി ന്യായം വിധിക്കരുത്. യോബിൻ്റെ മിത്രങ്ങൾക്ക് ലഭിച്ച യോബിൻ്റെ മിത്രങ്ങൾക്ക് സംഭവിച്ച ഒരു പരാജയമാണ്. അവർ ചാടിക്കയറി ന്യായം വിധിച്ചു. അവർ പറഞ്ഞു, നീ ഒരു നീതിമാനാണെങ്കിൽ ഇത് നിനക്കൊരിക്കലും വരില്ല. കാരണം നീതിമാന്റെ ജീവിതത്തിൽ ഇതൊന്നും വരില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചിന്തകളും പ്രസംഗങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റുപാടും ധാരാളമുണ്ട്. പക്ഷേ അതിനൊരു വെല്ലുവിളിയാണ് യോബിൻ്റെ പുസ്തകം. പാപം എന്നുള്ള കാരണത്താൽ അല്ലാതെയും ദൈവം ജീവിതത്തിൽ കഷ്ടതകൾ അനുവദിക്കും. യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടത അനുവദിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം യാക്കോബ് പറയുക, യോബിനെ ഒരു മാതൃകയാക്കി നിർത്താനായിട്ട് ദൈവത്തിന് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് കഷ്ടങ്ങളിലൂടെ കടത്തി വിട്ടിട്ട് സ്വർണം പോലെ അവനെ വെളിയിൽ കൊണ്ടുവന്നിട്ട് അവനെ ഒരു ഉദാഹരണമാക്കി നിർത്തണം. ഇതാ നോക്കൂ ഇവനെ, എന്നിട്ട് പഠിക്കൂ, ഇവനിൽ നിന്ന് പഠിക്കൂ. സഹിഷ്ണുത എന്താണെന്ന് ഈ മനുഷ്യനിൽ നിന്ന് പഠിക്കൂ. നമ്മുടെ ജീവിതത്തിൽ പ്രൊമോഷൻസ് ലഭിക്കണമെങ്കിൽ ടെസ്റ്റ് വേണം. പ്രൊമോഷൻസ്, കഷ്ടത ആവശ്യമാണ്. പക്ഷെ യോബിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, എല്ലാ കഷ്ടതയും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലും നിയമനത്തിലുമാണ്. എല്ലാ കഷ്ടതയും. ഏത് കഷ്ടത വേണം, എത്ര കഠിനമായിട്ടുള്ള കഷ്ടതയായിരിക്കണം, എത്ര നാൾ കഷ്ടത ഉണ്ടാകണം, അതെല്ലാം തീരുമാനിക്കുന്നത് സ്വർഗമാണ്. എന്നിട്ട് സ്വർഗം ഇതിനെ എല്ലാം കൂടെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുക. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന് പറഞ്ഞാൽ നിയമനവും സ്വർഗത്തിൽ നിന്നാണ്. നിയമനവും നിയന്ത്രണവും സ്വർഗത്തിൽ നിന്നാണെങ്കിൽ ആത്യന്തികമായി നന്മ മാത്രമേ ഉണ്ടാകൂ. ആ സത്യം ഈ പുസ്തകം, യോബിൻ്റെ പുസ്തകം
നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, ദൈവത്തിൻ്റെ സർവാധികാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. ദൈവത്തിൻ്റെ സർവസ്വതന്ത്ര അധികാരം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ആശയം? എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ദൈവത്തിനുണ്ട്. എന്തും. അതിനാ നാം രക്ഷിക്കപ്പെട്ട അന്ന് കർത്താവിനോടൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? നമ്മളൊക്കെ മറന്നുപോയൊരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ട അന്ന് നാം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ രക്ഷകൻ മാത്രമല്ല, നീ എൻ്റെ കർത്താവാണ്. കർത്താവെന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥൻ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ സ്വാതന്ത്ര്യമുള്ളവൻ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, എന്നോട് ചോദിക്കാതെ എന്തും ചെയ്യാൻ പെർമിഷനുള്ളവൻ. അതാ കർത്താവ്. എൻ്റെ ശരീരത്തെ എന്തും ചെയ്യാം അവന്, എൻ്റെ കുടുംബത്തെ എന്തും ചെയ്യാം, എൻ്റെ സമ്പത്തിനെ എന്തും ചെയ്യാം. അവൻ അതിനുള്ള അധികാരമുണ്ട്. കർത്താവെന്ന് നാം ഏറ്റുപറഞ്ഞപ്പോൾ നാം ഒരു കാര്യം അറിയാതെ സമ്മതിച്ചു പോയി. അതെന്താണെന്നറിയാമോ? കർത്താവേ, നീ എന്ത് ചെയ്താലും ഞാൻ ചോദ്യം ചെയ്യുകയില്ല. നീ എന്ത് ചെയ്താലും ഞാൻ വെല്ലുവിളിക്കുകയില്ല. നീ എന്ത് ചെയ്താലും, നീ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം എടുത്തിട്ട് എന്നെ വെറും 0 ആക്കിയാലും ഞാൻ നിൻ്റെ കയ്യിൽ താണിരുന്നിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതാ കർത്താവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നാം അത് മറന്നുപോയി. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. നാം എല്ലാവരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവനാണ്. പോരാ, യേശു രക്ഷകൻ മാത്രമല്ല, യേശു രക്ഷകനായിട്ട് മാത്രം വരികയില്ല. യേശു രക്ഷകനാണെങ്കിൽ അവൻ കർത്താവ് കൂടെയാ. യേശു കർത്താവല്ലെങ്കിൽ അവൻ ആരുമല്ല. യേശു കർത്താവല്ലെങ്കിൽ അവൻ ആരുമല്ല. യേശു കർത്താവാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാനുള്ള അധികാരവും അവനുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? അവൻ എന്ത് ചെയ്താലും അവൻ്റെ കൈയുടെ കീഴിൽ താണിരുന്നിട്ട് അവന് നന്ദി പറയണം. വേറൊരു കാര്യം ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, ലോകത്തിൽ കാണുന്ന ഒന്നും നിത്യമല്ല. ലോകത്തിൽ കാണുന്ന ഒന്നും നിത്യമല്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള ഒന്നിലും അബദ്ധത്തിൽ പോലും ആശ്രയിക്കരുത്. നമ്മൾ മറന്നുപോയൊരു കാര്യമാണ്. ഇയ്യോബിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, മക്കളെ, ഒന്നിലും ആശ്രയിക്കരുത്. നിങ്ങളുടെ മക്കളിൽ പോലും ആശ്രയിക്കരുത്. 10 മക്കളുണ്ടല്ലോ, ഒറ്റയടിക്ക് പോകും, ഒറ്റയടിക്ക്. പിന്നെ നീ എന്തു ചെയ്യും? ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും. ചിലർക്ക് രഥങ്ങളും കുതിരകളും തങ്ങളുടെ മക്കളാ. എങ്ങനെയോ നാം അറിയാതെ നമ്മുടെ ആശ്രയം നമ്മുടെ മക്കളിലേക്ക് പോകുന്നു. ആ മക്കൾ നോക്കിക്കൊള്ളും. ഇല്ല, മക്കളെ ഒറ്റയടിക്ക് എല്ലാത്തിനെയും തകർക്കാൻ ദൈവത്തിന് സാധിക്കും. മക്കളിൽ ആശ്രയിക്കരുത്. ആരോഗ്യത്തിൽ ആശ്രയിക്കരുത്. ഒറ്റ ദിവസം കൊണ്ട് ഇയ്യോബിൻ്റെ ഈ നെറുക മുതൽ കാൽപാദം വരെ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതാ. ആരോഗ്യത്തിൽ ആശ്രയിക്കരുത്. സമ്പത്തിൽ ഒട്ടും ആശ്രയിക്കരുത്. ഒറ്റ ദിവസം പോലും വേണ്ടി വന്നില്ല. മണിക്കൂറുകൾ പോലും ഒരുപക്ഷെ വേണ്ടി വന്നില്ല. ചില മിനിറ്റുകൾക്കുള്ളിൽ ആ ദേശത്തെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ആ ദേശത്തെ ഏറ്റവും ദരിദ്രനായ വ്യക്തിയായി തീർന്നു. എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് മുഴുവൻ ഖാലിയായി, എംപ്റ്റി, സീറോ ബാലൻസ്. ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? ഒറ്റ ദിവസം കൊണ്ട് നിന്റെ അക്കൗണ്ട് 0 ആക്കാൻ ദൈവത്തിന് സാധിക്കും. ഒറ്റ ദിവസം. മനസ്സങ്ങോട്ട് പോകരുത്. ബാങ്ക് ബാലൻസിലേക്ക് മനസ്സ് പോകരുത്. പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. പൗലോസ് കൊരിന്ത്യലേഖനം എഴുതുമ്പോൾ പറയുന്നത്, കാണുന്നതെല്ലാം താൽക്കാലികം,
എവറിത്തിങ് ദാറ്റ് ഈസ് സീൻ ഈസ് ടെമ്പററി. കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതെല്ലാം, ഒരു ദേവദാസൻ പറഞ്ഞു, ഈ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതിനെല്ലാം മുകളിൽ ഒരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചോണം. ടെമ്പററി. നമ്മൾ താമസിക്കുന്ന വീടുണ്ടല്ലോ, അതിൻ്റെ വാതിക്കൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചോണം. ടെമ്പററി. നമ്മുടെ പാസ്ബുക്ക് ഉണ്ടല്ലോ ബാങ്കിലെ, അതിൻ്റെ പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിച്ചോണം. ടെമ്പററി. നമ്മുടെ ലക്ഷങ്ങൾ വിലയുള്ള കാറുണ്ടല്ലോ, അതിൻ്റെ പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിച്ചോണം. ടെമ്പററി. എല്ലാത്തിൻ്റെയും പുറത്ത് ആ സ്റ്റിക്കർ വേണം. എല്ലാത്തിൻ്റെയും പുറത്ത്. കാരണം കാണുന്നതെല്ലാം താൽക്കാലികം. ഈ പുസ്തകം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മക്കളെ, ദൈവത്തിലല്ലാതെ ഒന്നിലും ആശ്രയിക്കരുത്. മാറാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം മാത്രമാണ്. മറ്റതെല്ലാം പോകും. നമ്മളൊക്കെ എന്തുമാത്രം കണ്ടിരിക്കുന്നു. അത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ എന്തെല്ലാം സംഭവിച്ചിരിക്കുന്നു. നിലനിൽക്കുമെന്ന് തോന്നിയ എത്രയോ കാര്യങ്ങൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് തീർന്നു. ഒറ്റ സെക്കൻഡ് കൊണ്ട് തീരും. സഹോദര, രാവിലെ എഴുന്നേറ്റ് സന്തോഷത്തോടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് സന്തോഷത്തോടെ പത്രം വായിച്ചുകൊണ്ടിരുന്ന ഇയ്യോബിൻ്റെ മുമ്പിലേക്ക് 4 ദാസന്മാർ ഓടി വരികയാണ്. ഒരാൾ വന്ന് ഒരു സന്ദേശം പറയുന്നു. അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അടുത്തയാൾ വരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് പറയാൻ എത്ര സമയം വേണം? ഞാൻ വിചാരിക്കുന്നത് ചില മിനിറ്റുകൾ മാത്രമേ എടുത്തുള്ളൂ. ചില മിനിറ്റുകൾ കൊണ്ട് ഇദ്ദേഹം ആ ദേശത്തിലെ ഏറ്റവും വലിയ ദരിദ്രനായിട്ട് തീർന്നു. സാധിക്കുമോ? സാധിക്കും. നിഗളിക്കരുത്. നാം ആരും അഹങ്കരിക്കരുത്. അഹങ്കരിക്കാൻ ഒന്നുമില്ല. ഈ പുസ്തകം പഠിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം നാം അതെങ്കിലും പഠിക്കണം. ഒന്നുമില്ല. 0 ആയും. വെറും സീറോ. കർത്താവ് ഒന്ന് തൊട്ടാൽ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തീരും. നമ്മൾ ഇന്ന് ഓർക്കാനായിട്ട് മറന്നു പോകുന്ന ഒരു സത്യമാണത്. എങ്ങനെയോ നമ്മുടെ ആശ്രയം എന്തിലൊക്കെയോ പോയി. അങ്ങനെ നമുക്കൊരു ഫീലിംഗ് സെക്യൂർഡ്, നമുക്കൊരു സുരക്ഷിതത്വം എങ്ങനെയോ ലഭിച്ചു. ഐ ആം ഓൾ റൈറ്റ്, ഐ ആം സെക്യൂർഡ്. അതൊരു ഫോൾസ് സെക്യൂരിറ്റിയാണ്. ഒരു ഫോൾസ് സെക്യൂരിറ്റി, വ്യാജമായ ഉറപ്പാണത്. ഈ കാര്യം മറന്നു പോകാതിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അനിശ്ചിതത്വം. മറ്റൊരു കാര്യം ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, യഥാർത്ഥ വിശ്വാസത്തെ കുലുക്കുവാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. യഥാർത്ഥ വിശ്വാസത്തെ കുലുക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. യഥാർത്ഥ വിശ്വാസമാണോ? കർത്താവ് പറഞ്ഞ ഉപമയെക്കുറിച്ച് ആ മുമ്പേ ഓർത്തു. പാറമേൽ വീട് പണിത ഒരു മനുഷ്യൻ അല്ലേ, വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, വെള്ളം പൊങ്ങി, അതിന് മേലടിച്ചു. അത് ഉറപ്പുള്ളതായിരുന്നു, വീണില്ല. അടിസ്ഥാനമുണ്ട്. ആ മനുഷ്യനെ ഒന്ന് നോക്കുക. ഇയ്യോബ് എന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേദപുസ്തകമില്ല, അദ്ദേഹത്തിന് സഭയില്ല, അദ്ദേഹത്തിന് കൂട്ടായ്മയില്ല, അദ്ദേഹത്തെ വചനം പഠിപ്പിക്കാൻ ആരുമില്ല. അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് ചില വെളിപ്പാടുകൾ, ചില പ്രകാശനങ്ങൾ ലഭിച്ചു. ആ പ്രകാശനങ്ങളിൽ അദ്ദേഹം നിശ്ചയമുള്ളവനായിരുന്നു. നിശ്ചയമുള്ളവൻ. അതിനാ കൺവിക്ഷൻ എന്ന് പറയുന്നത്. കൺവിക്ഷൻ. ഐ ആം കൺവിൻസ്ഡ്. പൗലോസ് പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഉറച്ചിരിക്കുന്നു അല്ലേ, ഞാൻ ഉറച്ചിരിക്കുന്നു. ഐ ആം കൺവിൻസ്ഡ്. എൻ്റെ വല്യപ്പൻ ഉറച്ചിരിക്കുന്നു എന്നല്ല. നമുക്കൊക്കെ വല്യപ്പന്മാരെ കുറിച്ച് പറയാനേ ഉള്ളൂ. എൻ്റെ വല്യപ്പന് ആ വിശ്വാസം ഉണ്ടായിരുന്നു. പൗലോസ് പറയുന്നു, നിൻ്റെ വല്യമ്മയ്ക്കും അമ്മയ്ക്കും ആ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അവരിൽ മാത്രമല്ല, നിന്നിലും അതുണ്ട്. നമ്മുടെ ഇന്നത്തെ തലമുറയുടെ ശാപം എന്താണെന്നറിയാമോ?
ഇന്നത്തെ തലമുറയുടെ ശാപം ഈ കൺവിക്ഷൻ ഇല്ല പുതിയ തലമുറയ്ക്ക്. കാരണം പുതിയ തലമുറ ഒന്നും തങ്ങൾ തന്നെ സ്വീകരിച്ചിട്ടില്ല. ആ പിതാക്കന്മാരുടെ മഹിമയും പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്കെന്താ ഉണ്ട്? നിനക്കെന്താ നിശ്ചയം ലഭിച്ചത്? നിന്റെ കൺവിക്ഷൻ എന്താ? നിനക്കെന്തെങ്കിലും കൺവിക്ഷൻ ഉണ്ടോ? നീ എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടോ? നീ പ്രാപിച്ചെങ്കിൽ, നീ അതിൽ ഉറപ്പുള്ളവനാണെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നോട്ടെ നീ കുലുങ്ങുകയില്ല. ഈ മനുഷ്യൻ അടിസ്ഥാനമുള്ളവനായിരുന്നു. അതുകൊണ്ട് വിജയിയായിട്ട്, വിജയശ്രീലാളിതനായിട്ട് അവൻ ഈ കഷ്ടങ്ങളിൽ നിന്നെല്ലാം വെളിയിൽ വന്നു. വേറൊരു കാര്യം നാം മറന്നു പോകാൻ പാടില്ലാത്ത ഒരു സത്യം ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതെന്താണെന്നറിയാമോ? അത് ദൈവം സർവശക്തനാണ്, പക്ഷേ സാത്താൻ ശക്തനാണ്. ദൈവം സർവശക്തനാ, സാത്താൻ സർവശക്തനല്ല, പക്ഷേ സാത്താൻ ശക്തനാണ്. സാത്താൻ്റെ ശക്തി ദൈവത്താൽ പെർമിറ്റഡ് ആയിരിക്കുന്ന ശക്തി മാത്രമേ ഉള്ളൂ. ദൈവം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ശക്തി മാത്രമേ സാത്താൻ ഉള്ളൂ. പക്ഷേ ആ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ശക്തിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാത്താന് സാധിക്കും. അത് മറന്നു പോകരുത്. ഈ പുസ്തകം വായിച്ചാൽ സാത്താൻ എന്തൊക്കെ ചെയ്തെന്നറിയാമോ? ആകാശത്തുനിന്ന് തീ ഇറക്കിയിട്ട് 500 പെണ്ണാടുകളെ അല്ലെങ്കിൽ ആടുകളെ കത്തിച്ചു കളഞ്ഞു. നോക്ക്, അതിൻ്റെ കളഞ്ഞു. ഞാൻ പറഞ്ഞത് സാത്താന് ലഭിച്ചിരിക്കുന്ന ശക്തിയിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും സാത്താന്? ഈ തീ ഇറക്കിയത് ആരാ? ദൈവം അനുവദിച്ചിട്ടാ തീർച്ചയായിട്ടും. പക്ഷെ തീ ഇറക്കിയത് ആരാ? തീ ഇറക്കിയത് ആരാണെന്ന് 1-ാം അധ്യായം വായിക്കുന്നത് നമുക്കറിയാം. ദാസന്മാർക്കത് മനസ്സിലായില്ല. അവൻ തീ ഇറക്കി. ശെബായർ, കൽദയർ എന്നുള്ള ഒരുപക്ഷെ അയൽ രാജ്യങ്ങളായിരിക്കാം, നമുക്കറിയില്ല. ഏതായാലും ആ ഊസ് ദേശത്തിനടുത്തുള്ള ചില ജാതികളാ കൽദയർ, ശെബായർ. അവരുടെയൊക്കെ മനസ്സിനകത്ത് കടന്നിട്ട് ഇയ്യോബിനെതിരായിട്ട് അവരുടെ ഹൃദയത്തിനകത്ത് കയ്പും വിദ്വേഷവും ഒക്കെ സാത്താൻ നിറച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ വന്നിട്ട് ഇയ്യോബിന്റെ സമ്പത്തിനെ അപഹരിച്ചു. ഇയ്യോബിന്റെ ദാസന്മാരെ വാളിന്റെ വായ്ത്തല കൊണ്ട് വെട്ടിക്കളഞ്ഞു. ആര് ചെയ്തതാ? സാത്താൻ ചെയ്തതാ. സാത്താന് ശക്തിയുണ്ടോ? സഹോദരന്മാരെ, ദൈവത്തിൻ്റെ സർവശക്തിയെ നാം എപ്പോഴും ഓർത്തിരിക്കണം. അതേസമയം തന്നെ ഒരു കാര്യം മറന്നു പോകരുത്, സാത്താൻ ശക്തനാ. അവൻ്റെ കഴുത്തിനുള്ള, നമ്മൾ ഈ നായ്ക്കളെയൊക്കെ ഇങ്ങനെ ഒരുപക്ഷെ നടത്താൻ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കഴുത്തിലൊരു ചെയിനുണ്ട്. ആ ചെയിൻ എപ്പോഴും യജമാനൻ്റെ കയ്യിലായിരിക്കും. യജമാനൻ എത്ര റിലീസ് ചെയ്യുന്നോ അത്രമാത്രമേ ഈ നായ്ക്ക് പോകാൻ സാധിക്കൂ. ഏതാണ്ട് അതുപോലെയാ സാത്താൻ, ഏതാണ്ട് അതുപോലെയാ. നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാ. ഒരു പരിധി ദൈവം വച്ചിട്ടുണ്ട്, അതിനുശേഷം അതിനപ്പുറത്തേക്ക് സാത്താന് പോകാൻ സാധ്യമല്ല. പക്ഷേ ആ വച്ചിരിക്കുന്ന പരിധിക്കകത്ത് നിന്നുകൊണ്ട് വലിയത് ചെയ്യാനായിട്ട് സാത്താന് സാധിക്കും. അത് നാം മറന്നു പോകരുത്. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നമുക്ക് തിരുത്തേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. തിരുത്താനായിട്ട് നമുക്ക് സാധിക്കണം. ആരുടെയെങ്കിലും ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിച്ചാൽ അതിനെ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമായി തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഇന്നത്തെ മാനദണ്ഡം എന്താണെന്നറിയാമോ? ഒരാൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണോ എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അളവുകോല എന്ത്? സമ്പത്തുണ്ടോ, നല്ല ജോലിയുണ്ടോ, നല്ല വീടുണ്ടോ, കാറുണ്ടോ, മക്കളൊക്കെ സുഖത്തോടെയാണോ? അങ്ങനെ അളക്കുന്നത്. ഈ പുസ്തകം പറയുന്നത് അങ്ങനെ അളക്കരുത്.
അങ്ങനെ അളക്കരുത്. അങ്ങനെയല്ല ഒരാളുടെ ആത്മീയത അളക്കേണ്ടത്. ഒരാളുടെ ആത്മീയതയും അദ്ദേഹത്തിൻ്റെ സമ്പത്തുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരാളുടെ ആത്മീയതയും അദ്ദേഹത്തിൻ്റെ സമ്പത്തുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇയ്യോബിൻ്റെ ആത്മീയതയും ഇയ്യോബിൻ്റെ സമ്പത്തുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എങ്ങനെ അറിയാം? സമ്പത്തെല്ലാം എടുത്തു മാറ്റി. എടുത്തു മാറ്റാൻ പറ്റാഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ആത്മീയതയാണ്. അതിനെ തൊടാൻ പറ്റിയില്ല, അതിനെ തൊടാൻ പറ്റുകയില്ല. കാരണം സമ്പത്തിൽ ആശ്രയിച്ചല്ല ഇയ്യോബിൻ്റെ ആത്മീയത ഇരിക്കുന്നത്. അത് വേറെയാ, അത് വേറെയാ. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും ഒറ്റ പാക്കേജ് അല്ല. നമ്മൾ ഇതിനെ ഒറ്റ പാക്കേജ് ആക്കി. സാത്താൻ നമ്മളെ മൂഢന്മാരാക്കി. സാത്താൻ പറഞ്ഞു സമ്പത്തുള്ളവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നമ്മെ പറഞ്ഞ് കബളിപ്പിച്ചു. നമ്മളും അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, എനിക്ക് ഒരു കുറവുമില്ല, എൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നു, ദൈവം എന്നോട് പ്രത്യേകം ഫേവർ കാണിച്ചു. സാത്താൻ നമ്മെ വിഡ്ഢികളാക്കി. ഈ പുസ്തകം നമ്മെ തിരുത്താനായിട്ട് നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്. ഈ നിലപാട് തിരുത്തണം, ഈ കാഴ്ചപ്പാട് മാറണം. നമ്മളിതിനെ രണ്ടിനെ ഒരുമിച്ച് അറ്റാച്ച് ചെയ്തുകൊണ്ട് സംഭവിച്ച മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ആരുടെയെങ്കിലും ജീവിതത്തിൽ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ കഷ്ടത വരുമ്പോൾ നാം പെട്ടെന്നൊരു ന്യായവിസ്താരത്തിലേക്ക് വരിക. നാം പെട്ടെന്ന് ന്യായം വിധിക്കും. എന്ത് ന്യായം വിധിക്കും? ഓ, അവനൊരു ആത്മീയനല്ല, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ സംഭവിക്കുമോ? അതെന്തുകൊണ്ട് സംഭവിച്ചാണെന്നറിയാമോ? നമ്മൾ ഇതിനെ ഒന്നാക്കി, ഒരു പാക്കേജ് ആക്കി, അറ്റാച്ച്ഡ് ആക്കി. ഈ പുസ്തകം പറയുന്നത് ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഇതിനെ ഒന്നിപ്പിക്കരുത്. ദൈവം യോജിപ്പിക്കാത്തതായത്. ദൈവം യോജിപ്പിക്കാത്തതിനെ മനുഷ്യൻ യോജിപ്പിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. പക്ഷെ ദൈവം യോജിപ്പിക്കാത്തതിനെ മനുഷ്യൻ യോജിപ്പിക്കരുത്. ദൈവം യോജിപ്പിച്ചിട്ടില്ല അതിനെ. തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് അളക്കരുത് ആരെയും. ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ല അളക്കേണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരെയും ന്യായം വിധിക്കരുത്, കുറ്റം വിധിക്കരുത്. നമുക്ക് പെട്ടെന്ന് ന്യായവിധി നടത്താനായിട്ട് താല്പര്യമുള്ള ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനെതിരായിട്ട് ഈ പുസ്തകം നമ്മെ ശാസിക്കുന്നു. വേറൊരു കാര്യം ഈ പുസ്തകം നമ്മെ ഓർപ്പിക്കുന്നത്, എല്ലാം അറിയാമെന്ന് ആരും വിചാരിക്കരുത്. ഇയ്യോബിൻ്റെ മിത്രങ്ങൾ വന്നപ്പോൾ ഇയ്യോബിൻ്റെ മിത്രങ്ങൾക്ക് സംഭവിച്ച ഒരു പരാജയം, പല പരാജയങ്ങളുണ്ട്. അതിലൊരു പരാജയം ഇതാ: അവർ പറഞ്ഞു വച്ചതനുസരിച്ച് വെളിയിൽ വന്നൊരു കാര്യം, ഞങ്ങൾക്കെല്ലാം അറിയാം, വി നോ എവറിത്തിങ്. നിനക്കിങ്ങനെ സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ 10 മക്കൾ ഒറ്റയടിക്ക് മരിച്ചെങ്കിൽ അവരാരും നീതിമാന്മാരായിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. നീ ആള് ശരിയല്ല, ഞങ്ങൾക്കറിയാം. നിനക്കൊന്നും അറിയത്തില്ല. ഈ പുസ്തകം പഠിപ്പിക്കുന്ന അതാ. എല്ലാം അറിയാമെന്ന് ആരും വിചാരിക്കരുത്. നിനക്കൊന്നും അറിയാം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ, ഒത്തിരി കാര്യങ്ങൾ നിനക്കറിയില്ല. അവിടെ എന്താ നടക്കുന്നതെന്ന് നിനക്കറിയില്ല. നീ ഇവിടെ നിന്ന് എന്തൊക്കെയോ ജൽപ്പനങ്ങൾ നടത്തുന്നു. അത് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മെ തിരുത്താനായിട്ട് ശ്രമിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഈ പുസ്തകം വേറെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ മിത്രങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോഴാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുന്നതിന് മുമ്പ് കുടുംബക്കാരും ഉണ്ടായിരുന്നു, മിത്രങ്ങളും ഉണ്ടായിരുന്നു.
പക്ഷേ ഈ പുസ്തകം വായിക്കുമ്പോൾ ഇയ്യോബ് പറയുന്നത്, എൻ്റെ സ്നേഹിതന്മാരെല്ലാം എന്നോട് അകന്ന് നിൽക്കുന്നു. നമ്മുടെ യഥാർത്ഥ മിത്രങ്ങൾ ആരാണെന്ന് നാം തിരിച്ചറിയുന്നത് നാം കഷ്ടതയുടെ കഠിന തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഓക്കെ, നാം വായിച്ച വാക്യങ്ങളിലേക്കൊന്ന് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ ആരംഭ വാക്യങ്ങൾ നാം ഓർത്തതുപോലെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു തുടക്കമാണ്, ഒരു ആരംഭമാണ് അല്ലേ. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ ആ പുസ്തകം ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും തരുന്നില്ല, ഡയറക്റ്റ് ആ വ്യക്തിയിലേക്ക് അങ്ങ് പ്രവേശിക്കുക. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ 1-ാം അധ്യായത്തിന് തന്നെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബിൻ്റെ സമൃദ്ധിയാണ് അവിടുത്തെ വിഷയം, ഇയ്യോബിൻ്റെ സമൃദ്ധി. പിന്നെയാണ് അടുത്ത വാക്യങ്ങളിലാണ് ഇയ്യോബിൻ്റെ ആദ്യത്തെ കഷ്ടത, അല്ലെങ്കിൽ കഷ്ടതയുടെ 1-ാം ഘട്ടം. ആ 1-ാം ഘട്ട കഷ്ടതയെ ഇയ്യോബ് എങ്ങനെ സമീപിച്ചു, അതിനെ എങ്ങനെ തരണം ചെയ്തു എന്ന് 1-ാം അധ്യായത്തിൻ്റെ ബാക്കി വാക്യങ്ങളുണ്ട്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ആ കഷ്ടതയുടെ 2-ാം ഘട്ടത്തിലേക്ക് നാം വരുന്നത്. ഇങ്ങനെ 2 ഘട്ടങ്ങളായിട്ട് ഇയ്യോബിൻ്റെ കഷ്ടതയെ കാണാനായിട്ട് സാധിക്കും. ഇനി 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ ഇയ്യോബ് എന്ന പേരുള്ള ആ മനുഷ്യൻ്റെ സമൃദ്ധി. ഇനി ഒരു മനുഷ്യൻ്റെ സമൃദ്ധിയെക്കുറിച്ച് ദൈവം പറയുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് ഒന്നാമതായിട്ട് ചെല്ലുന്നത് ആ മനുഷ്യൻ്റെ ആത്മീക സമൃദ്ധിയിലാണ്. ഞാനതിനെ സമൃദ്ധി എന്നുള്ള വാക്കിന് പകരം ആത്മീക സമ്പത്ത് അല്ലെങ്കിൽ ആത്മീക സമ്പാദ്യം, ഒരു മനുഷ്യൻ്റെ റിയൽ വെൽത്ത്, ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സമ്പാദ്യം, അതാ 1-ാം വാക്യത്തിലെ 4 കാര്യങ്ങൾ. സഹോദര സഹോദരി, ഇതില്ലെങ്കിൽ നമ്മൾ ദരിദ്രരാ. കോടികൾ ബാങ്കിൽ ഉണ്ടായിരിക്കാം, ഒരു പ്രയോജനമില്ല. ദൈവത്തിൻ്റെ ദൃഷ്ടി ഒന്നാമത് പോകുന്നത് ഇവൻ്റെ സമ്പാദ്യം, ഇവൻ്റെ ആത്മിക സമ്പാദ്യം. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പരിചയപ്പെടുത്തലാണ്. 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ദൈവം തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുക, എൻ്റെ ദാസനായ ഇയ്യോബ് ഇങ്ങനെയാണ്. 2-ാം അധ്യായത്തിൽ ദൈവം വീണ്ടും അത് ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെ ആവർത്തിക്കാനായിട്ട് ദൈവത്തിന് വലിയ ആവേശമാണ്. എൻ്റെ ദാസനായ ഇയ്യോബ് അവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഈ സാത്താനൊരു വെല്ലുവിളിയുമായിട്ട് ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ ആ വെല്ലുവിളി ദൈവം ഏറ്റെടുക്കുക. എന്നിട്ട് ദൈവം പറയുക, ഈ എൻ്റെ ദാസനെ നീ എന്ത് വേണേലും ചെയ്തോ, ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, അവൻ എന്നെ തള്ളിപ്പറയുകയില്ല. എന്നെക്കുറിച്ച് ദൈവത്തിന് സാത്താൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു വെല്ലുവിളി വെക്കാൻ പറ്റുമോ? ഈ മനുഷ്യൻ്റെ 10 മക്കളെ ഒറ്റ ദിവസം നീ കൊന്നു, ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, അവൻ എന്നെ ചോദ്യം ചെയ്യുകയില്ല, അവൻ എന്നെ തള്ളി പറയുകയില്ല. എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട് എന്ന് പറഞ്ഞാൽ, ഇയ്യോബ് ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, നേരെ തിരിച്ചാ ശരി, ദൈവം ഇയ്യോബിൽ വിശ്വസിച്ചു. നമ്മുടെ ഇന്നത്തെ പ്രശ്നം അതാ. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. ദൈവത്തിന് എന്നെ വിശ്വാസമുണ്ടോ? ആർ വി ട്രസ്റ്റ് വർതി? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുന്നുണ്ടെന്നല്ല വിഷയം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാതിരിക്കാം. ദൈവത്തിന് എന്നെ വിശ്വസിക്കാൻ പറ്റുമോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അവൻ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ നിമിത്തം അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, യേശുവോ തന്നെത്താൻ അവരുടെ പക്കൽ
വിശ്വസിച്ചേൽപ്പിച്ചില്ല. കാരണം അവനറിയാം ഇവരാരാന്ന്. They believed in him, but he did not believe in them. അവൻ വിശ്വസിച്ചില്ല. വൺ സൈഡഡ്. ഞാൻ ഒരു കാര്യം വളരെ ഭയത്തോടു കൂടി പറയട്ടെ. വൺ സൈഡഡ് ആണെങ്കിൽ അപകടമാണ്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ടു ബി വൺ സൈഡഡ്. ഒരു റിലേഷൻഷിപ്പ് വൺ സൈഡഡ് ആണെങ്കിലോ? ഒരു റിലേഷൻഷിപ്പ് വൺ സൈഡഡാ. അതിൻ്റെ ആത്യന്തികമായ റിസൾട്ട് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു കൂട്ടര് വാതിൽ പോയി തട്ടുക, കർത്താവെ ഞങ്ങൾക്കും കൂടെ തുറക്കണമേ എന്ന് പറയുന്നു. അപ്പം അകത്തുനിന്ന് ശബ്ദം വരിക. എന്താ വരുന്നത്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പം ഇവർ പറയുക, നീ ഞങ്ങളുടെ മാർക്കറ്റിലൊക്കെ വന്ന് ഞങ്ങളെ പഠിപ്പിച്ചു, ഉപദേശിച്ചു, ഞങ്ങൾ നിന്നോടുകൂടെ ഭക്ഷിച്ചു. പക്ഷെ അകത്തുനിന്ന് പറയുക, എനിക്കറിയില്ല, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. വേറൊരു കൂട്ടർ വന്നിട്ട് പറയുക, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ ആരാധനയ്ക്ക് പോയി, ഞങ്ങൾ സ്തോത്രകാഴ്ച ഇട്ടു, ഞങ്ങൾ കർത്തൃമേശ ആചരിച്ചു, ഞങ്ങൾ സ്നാനപ്പെട്ടു, ഞങ്ങൾ സഭയുടെ കാര്യങ്ങളിലെല്ലാം സക്രിയമായിരുന്നു. അവൻ പറയുക, എനിക്കറിയില്ല നിങ്ങളെ. ഇവിടുത്തെ പ്രശ്നം എന്താ? വൺ സൈഡഡാ. നമ്മുടെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, വൺ സൈഡഡ് ക്രിസ്ത്യൻസ് ഒത്തിരിയുണ്ട്. അത് ഞാൻ ഭയത്തോടുകൂടിയാണ് പറയുന്നത്. നമ്മുടെ സഭകളിൽ വൺ സൈഡഡ് ക്രിസ്ത്യൻസ് ഒത്തിരിയുണ്ട്. അവർക്ക് ദൈവത്തെ അറിയാം, ദൈവത്തിന് അവരെ അറിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പൗലോസ് പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തേ വിശ്വാസിയാണെന്നുള്ളതിൻ്റെ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? വേദപുസ്തകം എടുത്ത് നടക്കുന്നതും ഞായറാഴ്ച സഭയിൽ പോകുന്നതൊന്നും അല്ല അതിൻ്റെ തെളിവ്. അതൊന്നും അല്ല അതിൻ്റെ തെളിവ്. വിശ്വാസിയാണെന്നുള്ളതിൻ്റെ തെളിവ് എല്ലാ ആഴ്ചയിലും കർത്തൃമേശ എടുക്കുന്നതല്ല, ബൈബിൾ ക്ലാസ്സിൽ പോകുന്നതല്ല. നീ വിശ്വാസത്തിലാണോ എന്നുള്ളതിന് നിങ്ങളിൽ തന്നെ തെളിവുണ്ടോ എന്ന് ശോധന ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അവൻ വരുമ്പോൾ പറയും, എനിക്ക് നിങ്ങളെ അറിയില്ല. ചമ്മന്തൂരുള്ള ദൈവസഭയെ നമുക്കാർക്കും അങ്ങനെ സംഭവിക്കരുത്. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. സുവിശേഷം വാസ്തവമായിട്ടൊന്ന് പ്രസംഗിക്കേണ്ടത് സഭയ്ക്ക് വെളിയിലല്ല. ഇന്ന് സുവിശേഷം പ്രസംഗിക്കേണ്ടത് സഭയ്ക്കകത്താണ്. രക്ഷിക്കപ്പെടാത്തവർ സഭയ്ക്കകത്തുണ്ട്. വൺ സൈഡഡ് ക്രിസ്ത്യൻസ്. ഇയ്യോബ് അങ്ങനെ ആയിരുന്നില്ല. ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്നത്, എനിക്ക് അവനെ വിശ്വാസമുണ്ട്. I trust in him. എനിക്ക് ഉറപ്പുണ്ടൊരു കാര്യം, അവൻ തള്ളിപ്പറയുകയില്ല. എനിക്കറിയാം, ഞാനും അവനും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് സുദൃഢമാണ്. അവൻ എന്നെ തള്ളിപ്പറയുകയില്ല. ഇദ്ദേഹത്തിൻ്റെ ആത്മീക സമ്പത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എന്നാൽ നാം വായിച്ച ഒരു വാക്യം, എൻ്റെ ഒടുവിലത്തെ വാക്യമാണ്. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. ഇദ്ദേഹം വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്ന ഇദ്ദേഹം ഒരു
ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. വലിയ ബിസിനസ്സുകാരൻ എന്ന് ഞാൻ പറഞ്ഞത് 3000 ഒട്ടകങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. 3000 ഒട്ടകങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. അദ്ദേഹത്തിന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർ കഴുതയും, അല്ലേ, 500 ഏർ കാളയും, 500 ഏർ കാളയും എന്ന് പറഞ്ഞാൽ 500 ജോഡി. അതെന്തിനു വേണ്ടിയാ? അത് പാടത്ത് നിലവിടാൻ വേണ്ടിയാ. അദ്ദേഹം വലിയൊരു കർഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ധാരാളം ദാസസമ്പത്തുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ജോലി തിരക്കുള്ള ഒരു മനുഷ്യനായിരുന്നു. വെറുതെ ഇരിക്കുന്ന മനുഷ്യനായിരുന്നില്ല, ജോലി തിരക്കുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കും ദൈവത്തിന് കൊടുക്കാനുള്ള സമയം വെട്ടിക്കളഞ്ഞില്ല. നമുക്ക് പ്രശ്നമായിപ്പം, നമുക്ക് ഇരിക്കാൻ അറിയത്തില്ല. വീട്ടിലാണെങ്കിലും സഭയിലാണെങ്കിലും നമുക്കിരിക്കാൻ അറിയത്തില്ല. എവിടെ? ദൈവസന്നിധിയിൽ. പുസ്തകം തുറക്കുമ്പോഴേ ഉറക്കം വരും, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ ഉറക്കം വരും. സഭാഹോളിൽ വന്നിരുന്നാലോ കസേരയിൽ മുള്ളു വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നത്, വീർപ്പ് മുട്ടുകയാ. സഹോദരി, ഇവിടെ വന്ന് വീർപ്പ് മുട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം. ഒരുപക്ഷെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കുകയില്ല. ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം. ഇവിടെ വന്നിരുന്നിട്ട് വീർപ്പ് മുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടവരല്ല. നിങ്ങൾ വെറുതെ സമയം കളയുക ഇവിടെ വന്നിട്ട്. ഇത്ര തിരക്കിന് നടുവിലും ഇയ്യോബ് എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്തു പോന്നു. ദൈവത്തിന് കൊടുക്കേണ്ടത് അവൻ കൊടുത്തിരുന്നു, കൃത്യമായിട്ട് കൊടുത്തിരുന്നു. അവൻ അതിൽ ഒരിക്കലും വീർപ്പുമുട്ട് അനുഭവപ്പെട്ടില്ല. അത് നിർബന്ധത്താൽ ഇങ്ങനെ ചെയ്തു എന്ന്, ആരുടെയോ നിർബന്ധത്താൽ ആരെയോ പ്രസാദിപ്പിക്കാൻ അങ്ങനെ ആയിരുന്നില്ല. അവൻ സ്വതവേ മനഃപൂർവം സ്വമേധയാ അങ്ങനെ ചെയ്തു പോന്നു, ആരും പറഞ്ഞിട്ടല്ല. നമ്മൾ പരിശോധിച്ചാൽ മതി നമ്മളെ തന്നെ. ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാ. ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുക. നമുക്ക് ഈസി ഗോയിങ് ക്രിസ്ത്യാനിറ്റി മതി. നമുക്ക് കുരിശ് വേണ്ട. കർത്താവ് പറഞ്ഞല്ലോ, നാൾതോറും തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനാ. കർത്താവേ, അതൊന്നും എന്നെ കൊണ്ട് പറ്റുകയില്ല. ത്യാഗം സഹിക്കാനൊന്നും എന്നോട് പറയരുത്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനൊന്നും എന്നോട് പറയരുത്. രാവിലെ എഴുന്നേറ്റ് വചനം വായിക്കാനൊന്നും എന്നോട് പറയരുത്. എനിക്ക് അത്രയ്ക്ക് ത്യാഗമൊന്നും പറ്റുകയില്ല. എനിക്ക് അല്ലാത്തതൊക്കെ മതി. കർത്താവ് പറയും, ഇങ്ങോട്ട് പ്രവേശനമില്ല. നിന്റെ ഈസി ഗോയിങ് ക്രിസ്ത്യൻ ലൈഫ് ആണെങ്കിൽ നീ ഒരിക്കലും അവിടെ എത്തുകയില്ല. നിനക്കുള്ളത് വേറെ വഴിയാ. നീ വിശാലമായ മാർഗത്തിലൂടെയാണ് പോകുന്നത്. സഹോദരി, നമ്മൾ വ്യക്തിപരമായിട്ടൊരു പരിശോധന ഒന്ന് നടത്തിയാൽ എത്ര നന്നായിരുന്നു. കാരണം അവിടെ നാം നിൽക്കുമ്പോൾ ചെമ്മന്തൂർ സഭ ഒരുമിച്ചല്ല നിൽക്കാൻ പോകുന്നത്, അല്ലേ? ചെമ്മന്തൂർ സഭ ഒരുമിച്ചല്ല നിൽക്കാൻ പോകുന്നത്. ഓരോരുത്തൻ നിൽക്കും. അന്ന് സഭയിലെ മൂപ്പന്മാരും സുവിശേഷന്മാരും ഒന്നും നമ്മെ സഹായിക്കാൻ കാണത്തില്ല. ഓരോരുത്തൻ ചെയ്ത പണി വെളിപ്പെടും. നമുക്കൊന്നു ഒരു ഭയം വരണ്ടേ? ഒരു ഭയം. ഇങ്ങനെ പോയാൽ മതിയോ? ഞാനിപ്പോൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ മതിയോ? അപകടകരമാണോ എൻ്റെ സ്ഥിതി? വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റുകയില്ല. സെക്കൻഡ് ചാൻസ് ഇന്നുണ്ട്, അന്നില്ല. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. ശരിയാത്. പക്ഷെ ഇത് ഇന്നേ ഉള്ളൂ. വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ചാൻസ് ഇല്ല.
സിംറ്റംസ്, ടെസ്റ്റ് ദ സിംറ്റംസ് ഓഫ് റീജനറേഷൻ. വീണ്ടും ജനിച്ചതാണോ എന്നുള്ള ആ തെളിവ്, അടയാളം അത് നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ 1-ാം വാക്യത്തിലെ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. ഈ വചനങ്ങളും നമ്മുടെ ആത്മീക നന്മയ്ക്ക് മുഖാന്തരമാക്കി കർത്താവ് തീർക്കട്ടെ. അവൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. വീണ്ടും ഏഴുകളാകുന്ന അടിയങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സന്നിധാനത്തോടടുത്ത് വന്ന് തിരുമേനെ വന്ദിക്കുന്നു, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രിയദാസനെ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവെ, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ, അത് എൻ്റെ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിനാൽ തന്നെ എഴുതിയിരിക്കുന്ന പോലെ കർത്താവെ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചത് ഈ വചനത്തിനായി സ്തോത്രം. പ്രിയ സഹോദരനായി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ നിറവിൽ കർത്താവെ, ഞങ്ങളോട് തിരുവചനത്തിൽ കൂടെ സംസാരിപ്പാൻ അവിടുന്ന് ഇടം നൽകിയത് ഓർത്ത് ഞങ്ങളുടെ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം നോത്തോണം ജീവിപ്പാൻ ഇന്ന് കേട്ട ദൈവവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം. വീണ്ടും അവിടുത്തെ സന്നിധിയോട് അടുക്കും വരെയും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം. മാനമഹത്വമൊക്കെ അവിടുന്ന് എടുക്കണം. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ താഴ്മയെ യാചിക്കുന്ന കൃപ ഉണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.